അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ലേറ്റായി പോയെന്നറിയാം. അതായത് ഇറങ്ങിയിട്ടിപ്പോൾ ഒരാഴ്ചയോളമായി. നമ്മൾ പറയുന്നത് വേറൊന്നിൻ്റെ പറ്റിയല്ല, കോക്ടെയിൽ 2 പറ്റിയാണ്. ഇത് ഇറങ്ങിയപ്പോൾ പോലും നമുക്ക് കാണണമെന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ കുറച്ച് കേട്ടപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നി. ഇൻട്രസ്റ്റിംഗ് ഇൻ ദ സെൻസ് ഇതിൻ്റെ ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ആ വൈബിൽ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചുമ്മാ തലവെച്ച് നോക്കി എന്താണ് സംഭവിക്കുക. വേറൊരു സാധനം കാണാൻ പോയതാണ്. അപ്പം നമുക്ക് ആ ടൈമിങ്ങിൽ നമുക്ക് കോക്ടെയിൽ 2 കണ്ടപ്പോൾ നമ്മൾ എന്നാൽ ഇതൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് അങ്ങ് കയറിക്കൊടുത്തു. ബേസിക്കലി നമ്മൾക്ക് മുൻധാരണകളൊന്നുമില്ല. ഓൾറെഡി നമ്മൾ അറിഞ്ഞ റിവ്യൂസ് എല്ലാം വെച്ചിട്ട് പടം ഭയങ്കര മിക്സ്ഡ് ആണെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്ന സിനിമയിൽ നമുക്ക് വലിയ ഗംഭീര പരിപാടികൾ കിട്ടുമെന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൂളായിട്ട് ഓക്കെ, ഇതൊരു മോശം സിനിമയാണെങ്കിൽ ആ മോശം സിനിമ ആയിക്കോട്ടെ, ഇല്ലേ, നമുക്ക് ആ മോശം സിനിമയ്ക്കകത്തു നിന്ന് എൻജോയ് ചെയ്യാം എന്നുള്ള ലൈനിൽ നമ്മൾ കാണാൻ പോയതാണ്. പക്ഷേ സിനിമ കണ്ടു തീർന്നപ്പം അതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയൊക്കെ കേട്ടോണ്ടായിരിക്കും നമുക്കത് അങ്ങനെ വലിയ അത്ര മോശം പടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര വലിയ പ്രശ്നം എന്ന ലൈനിലല്ലാതെ നമുക്ക് ആ സിനിമ വെറുതെ കണ്ട് മറക്കാവുന്നൊരു പടമാണ്. കാരണം ഇതേപോലത്തെ ഒരുപാട് പടങ്ങൾ ബോളിവുഡിൽ വർഷം ഇറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണം എന്നുള്ളൊറ്റ ഇതേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ടിരുന്ന് ബോറടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് നമ്മളെ വല്ലാതെ മുഷിപ്പിക്കുക അങ്ങനെ എല്ലാം ഭയങ്കര ലൈറ്റ് ആൻഡ് ഫ്ലഫി ആണ്. അപ്പം നമുക്ക് സ്ക്രീനിൽ കാണുന്നതെല്ലാം ഭയങ്കര കാണാൻ കൊള്ളാവുന്ന മനുഷ്യർ, അവർ അണിയുന്നത് വളരെ ഡിസൈൻഡ് ക്ലോതിങ്, ഗംഭീര മറ്റേ ലൊക്കേഷൻ, സിസിലി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. പിന്നെ ഒരു വെഡിങ് കാണിക്കുന്നുണ്ട്, അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ പരിപാടി ഭംഗിയുള്ളൊരു സിനിമയാണ്. അതായത് എല്ലാ ഷോട്ടും നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ സിനിമയ്ക്കുപരി അതൊക്കെ ആസ്വദിച്ച്, അതും സിനിമയുടെ ഭാഗമാണല്ലോ ഇങ്ങനത്തെ ഈ ഒരു ജോണറിനെ സംബന്ധിച്ച്, അങ്ങനെ ഈ സിനിമയെ ആസ്വദിക്കാൻ ശ്രമിച്ചാൽ ആ ഒരു ജോണർ ഓഫ് ഫിലിംസിൽ ഒരു ഡീസന്റ് പടമാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര മോശം സിനിമയായിട്ട് തോന്നിയില്ല. നമ്മുടെ എക്സ്പെക്ടേഷൻസ് കുറച്ച് ലോ ആയതുകൊണ്ടായിരിക്കാം. അതെ, നമുക്ക് പ്രത്യേകിച്ച് ഈ പടത്തിനകത്ത് നമ്മൾ ഇനി ഭയങ്കര വലിയൊരു നമ്മളൊരു ആബ്സല്യൂട്ട് സിനിമ കാണാൻ പോകുന്ന വൈബൊന്നുമില്ല. അവന് കോക്ടെയിൽ 1 കുറെ കാലം മുമ്പാണ് കണ്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഒരു അത് ഫണ്ണായിരുന്നു എന്നുള്ളൊരു ഓർമ്മയാണ്. ഇത് ആക്ച്വലി അതിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്നാ പറഞ്ഞത്. അതേ സിമിലർ ഐഡിയാസ് എടുത്തിട്ട് വേറെ കഥാപാത്രം, ആ സിമിലർ ഐഡിയ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിക്ക് ചെയ്ത് പുതിയ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന. പിന്നെ ഇതിന്റെ കഥ എഴുതിയ ലൗരഞ്ജൻ എന്ന് പറഞ്ഞ പുള്ളി. അപ്പോൾ ഈ ലൗരഞ്ജൻ ഇതിനു മുമ്പുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന കുറച്ച് ഫൺ പരിപാടിയിലാണ് ഈ സിനിമകൾ കൊണ്ടുവന്നത്, പുള്ളിയുടെ സിനിമകൾ. അതെ അതെ, പക്ഷെ പുള്ളിക്കൊരു സോളിഡ് എനിക്കത്ര വർക്കായ സിനിമ അല്ലെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഹിറ്റായ സിനിമ സീരീസാണ്. മറ്റേ നീണ്ട ഡയലോഗുള്ള ഇതുണ്ടല്ലോ, മോണോലോഗ്സ് ഉള്ള ഒരു പടമുണ്ട്, ഒരു സീരീസ് ഉണ്ട്. അതിന് 2 പടം പുള്ളി ഇറക്കിയിട്ടുണ്ട്. ഏതാ? പ്യാർ കാ പഞ്ചന. അപ്പൊ അത് നോർത്തിൽ ഭയങ്കര ക്ലിക്കാണ്. അതെ, ആ സിനിമ ഇപ്പം നമുക്ക് കണ്ട കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ആ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് കണ്ടപ്പം അത് കണ്ട് ഞാനും ചിരിച്ച ഒരാളാണ്. അത്രേ ഉള്ളൂ. നമ്മളതിനെ ചിരിച്ചു വിടുക, അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് തലപോയിക്കാൻ ഒരുപാട് അതിനകത്തേക്ക് ഇറങ്ങി പുള്ളി കോൺസ്റ്റന്റ്ലി റിലേഷൻഷിപ്പ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ഒരു ശ്രമം നടത്തും. പക്ഷെ അതിന്റെയും ഏറ്റവും ലൈറ്റർ വേർഷൻ ഇത് അത്ര ഭയങ്കര, ഈ സിനിമ എവിടെയും ഭയങ്കര സീരിയസ് ആവത്തുമില്ല. നമുക്കൊരുമാതിരി നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾക്കോ അല്ലെ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ലൈൻ കുറെ രസകരമായ ഐഡിയാസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് പടം ത്രൂ ഔട്ട് ഈ ലൈറ്റർ ഫൺ സീൻസ് ആണ് ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഒരു എന്തൊക്കെയോ പറയുന്നു, അവര് തന്നെ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് ഇത്ര ചിരിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ, ഡയറക്ടർ ചിരിച്ചോ എന്ന് പറയുന്നതുകൊണ്ട് ചിരിക്കുന്ന പോലത്തെയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി ചിരിക്കാൻ എല്ലാവരും കിടന്ന് കഷ്ടപ്പെടും, ഇങ്ങനെ വായൊക്കെ പൊത്തിയ ഷാഹിദൊക്കെ. അപ്പൊ ആ ഏരിയയുടെ ആക്ടിങ് കുറച്ച് ചളകുളവാണെങ്കിലും ഈ ഡ്രമാറ്റിക് സീരിയസ് സെക്ഷൻസ് വരുന്നുണ്ട് ഈ പടത്തിന്റെ. സീരിയസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയങ്കര സീരിയസ് ആ സീരിയസ് എലമെന്റ് എപ്പോഴും 2 ക്യാരക്ടേഴ്സ് തമ്മിൽ അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. ഈ സീനാണ്. പക്ഷെ അവിടെയാണ് ഇവരൊക്കെ നല്ല ആക്ടേഴ്സ് ആണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് രസകരമായ സംഭവങ്ങളുള്ളത്. അപ്പൊ അതൊക്കെ എനിക്ക് വർക്കായി. ഇതിന്റെ പാലറ്റിനകത്ത് നിന്നുകൊണ്ട് അതൊക്കെ രസമുള്ള കാര്യങ്ങൾ. നമ്മൾ പറയുന്നതെല്ലാം ഈ കോക്ടെയിൽ 2 എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിം വർക്കിൽ, അതെ, അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇതിനെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഇന്ന പടത്തിന് ഇപ്പം ഞങ്ങൾ ഇന്ന പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഈ പടത്തിന് കോക്ടെയിൽ 2 ഇഷ്ടമായി അങ്ങനെയല്ല. ബേസിക്കലി ഈ സിനിമ കാണാൻ ചെല്ലുമ്പോഴേ നമുക്കറിയാം ഈ സിനിമ നമ്മളെ ഒരു തരത്തിലും വലിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന പടമല്ല, നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുമില്ല. പക്ഷെ നമുക്ക് ഓക്കെ, നമ്മൾ കാണാൻ പോയത് പടം വളരെ മോശം പടമെന്നുള്ള ഒരു ഇത് കേട്ടതുകൊണ്ട് അത്രയും മോശമല്ല, അതിൻ്റെ മേളിൽ വെക്കാം എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ടൈം പടങ്ങൾ ഇപ്പോൾ ബോളിവുഡ് സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, എല്ലാ വർഷവും ഒരു 10-20 പടം ഈ സെയിം
സ്റ്റൈലിൽ വരുന്ന പടങ്ങളുണ്ട്. സേഫ് സ്പേസ്, അതായത് നമുക്ക് ഈ ജോണറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെന്താ സംഭവിക്കുന്നത്. ഇപ്പൊ ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജോണർ പ്രതീക്ഷ പോകുന്നത്, അതിനകത്ത് ഒരു ചെറിയ സംഭവം കാണും, ഒരു ഫില്ലർ റീസൺ കാണും, എന്നിട്ട് ആക്ഷൻ നടക്കണം. അതാണ് നമ്മുടെ സേഫ്റ്റി നെറ്റ്. അത് ഉണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുവാണെങ്കിൽ നമ്മളത് ഗംഭീര ആക്ഷൻ പടം എന്ന് പറയാം. എന്ന് പറയുന്നുള്ളൂ ഈ റിലേഷൻഷിപ്പ് ഡ്രാമ അല്ലെങ്കിൽ റോം കോം, ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറുന്നവർക്ക് മിനിമം ആ ഫോർമാറ്റിനകത്ത് നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. എനിക്കൊന്ന് ഈ പടം അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ അത് തിരക്കി പോകുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ അതെ അത് അതിനുള്ള പരിപാടി ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ എന്തെങ്കിലും കൂടുതൽ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ നിരാശയാവും. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഇവരെ എന്തോന്നും. ഈ സിനിമ കാണാൻ ഇപ്പൊ ഈ സിനിമ കാണാൻ പോകുന്നവരെല്ലാവരും ഇതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ടവരായിരിക്കും. അപ്പൊ അവർക്കൊരു മുൻധാരണ ഉണ്ടാവും, ഓക്കെ ഈ സിനിമ മിക്സ്ഡ് പടമാണ്. സ്റ്റിൽ ഇന്നലെ തിയേറ്ററിൽ നല്ല ആളുണ്ടായിരുന്നു അല്ലേ, അതാണ്. പിന്നെ ഇതിനകത്തൊരു സെക്സി പാലറ്റിലാണിത്, കുറച്ച് കളർഫുൾ പരിപാടിയാണ്. അതിനാണ് കാണാനുള്ള വഹകൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എന്താ പറയാ, ഈ പെദ്ദിയിൽ ജാനിക്ക് പറ്റിയതുപോലെ ഈ ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട്. കൃതി വേഴ്സസ് ജാനി, രണ്ടുപേരെയും ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു ബോളിവുഡൈസ്ഡ് വേർഷനാണ്. കുറച്ചുകൂടെ ഒരു എന്താ പറയാ, അത്ര നമുക്ക് പ്രശ്നകരമാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ്. മറ്റേതുപോലെ ഒരുപാട് എനിക്ക് തോന്നുന്നു അതങ്ങനെ ഒരുപാട് അങ്ങനെ സെക്ഷുവലൈസ് ചെയ്യുന്നുള്ളതിലല്ല. അല്ല, അവിടെ അങ്ങനെയാണ് ആളുകൾ എന്നുള്ള ലൈൻ. അതെ അതെ, ഇത് വളരെ കോമൺ ആണല്ലോ എന്നുള്ള ലൈനിലാണ് ഇവർ അതിനെ അവതരിപ്പിക്കുന്നത് എന്നാണ് അവര് അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ എനിക്ക് മറ്റേ ഈ എക്സ്റ്റീരിയർ ഷോട്ട്സ് സീനുകളുണ്ടല്ലോ, അതായത് സിസിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ മൊത്തം സെറ്റില്ല. ഇന്റീരിയർ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പടം സെറ്റില്ല. അവിടെയാണ് ഇവർ ഭയങ്കര കംഫർട്ടബിൾ. സെറ്റിലുള്ള അതാ ഇവർക്ക് ബേസിക്കലി പുറത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഇവർക്ക് ഈ AC സെറ്റിലിരുന്ന് ഭയങ്കര സുഖമായിട്ട് എല്ലാവരും ഒരു തുള്ളി വിയർപ്പ് പോലും പൊടിയാത്ത രീതിയിലാണ്. ഈവൻ രശ്മിയെ വർക്കൗട്ട് ചെയ്യുന്നൊരു സീനിൽ പോലും നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ മറ്റേ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ച് വെച്ചിരിക്കുക. അതായത് വിയർക്കുന്നത് നമ്മൾ കാണിക്കണമല്ലോ എന്നുള്ള നേരം നമ്മളിങ്ങനെ കാണുമ്പോൾ അവിടെ പോലും വിയർക്കുന്നില്ല. കംഫർട്ടബിൾ ഷൂട്ടിംഗ് ആണ് അത്. ബോളിവുഡിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മെയിൻ ആക്ടേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടില്ല. അവരെല്ലാവരും ഇങ്ങനെ ഒരു അതുകൊണ്ടാണ് ഈ സിക്കന്ദറൊക്കെ ഈ മറ്റേ സൽമാൻ ഖാന്റെ പടമൊക്കെ ഫുൾ സെറ്റിൽ നടക്കുന്നത്. അല്ല, അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പടം എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവിടുത്തെ ആക്ടേഴ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു ഈ സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യാൻ തോന്നുന്നു. ഇന്നത്തെ നമ്മൾ ഈ ഷോട്ട് നോക്കിക്കൊണ്ടിരുന്നത് ഏത് ഷോട്ടിൽ ആരെ എത്രത്തോളം വെളുപ്പിച്ചിട്ടുണ്ട്. വെളുപ്പിക്കുക മാത്രമല്ല ഈ സ്കിൻ സോഫ്റ്റനിങ്, അത് എസ്പെഷ്യലി രശ്മികയുടെ ഫേസിലാണ്. അത് ഷാഹിദിന്റെ ഉണ്ട്. പക്ഷെ രശ്മികയുടെ ഫേസിൽ ചെയ്യുമ്പോഴാണ് ഈ മൂക്കും ഇതില്ല ഈ ഏരിയ ഇതിങ്ങനെ ഇതിന്റെ സെപ്പറേഷൻ ഇല്ല, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയൊക്കെ പോയിട്ടുണ്ട്. അത് ഒരുപാട് ക്ലോസ് അപ്പ് ഷോട്ടുകളൊക്കെ എനിക്ക് ഷാഹിദിന്റെ ഇവര് കണ്ടുമുട്ടിയ കാലഘട്ടം കാണിക്കും. അത് ഡിഏജിങ് ഒക്കെ ചെയ്യേണ്ട ഭാഗം അതുപോലെ ആയിരിക്കും. ഈ താടി ഉണ്ട്, എന്നിട്ട് അവരത് സ്മൂത്തൻ ചെയ്തപ്പോഴേ ഈ താടിയുടെ പുറത്തൂടെ സ്മൂത്തൻ ചെയ്ത് വെച്ചേക്കും. അത് തന്നെ, അത് ഡിഏജിങ് അല്ല ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ യങ്ങർ വർഷമായിട്ട് അവതരിപ്പിക്കാൻ സ്കിന്നൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കണമല്ലോ. ഷാഹിദ് ഇപ്പോഴും എത്ര വയസ്സ്, 19 വയസ്സായിക്കാണ് ഇപ്പോഴും. ഒരു 50 ആയോ എനിക്കറിയത്തില്ല, 45 40s തോന്നുന്നു. പക്ഷെ സ്ക്രീനിൽ കാണാൻ യങ് ആണ്. മറ്റേ കോളേജ് സമയം അത്ര യങ് അല്ല, എന്നാലും കണ്ടോണ്ടിരിക്കാം. മൂന്നുപേരും കണ്ടോണ്ടിരിക്കാം. ഇപ്പൊ ഈ ഡ്രസ്സിങ്, കോസ്റ്റ്യൂം, ഇപ്പൊ നമ്മൾ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറും ഇല്ല. ഇപ്പൊ ചില സീൻസ് ഉണ്ടോ ഈ സംഭവം, അത് സ്ക്രിപ്റ്റിനകത്ത് ഇവര് ത്രൂ ഔട്ട് നല്ലൊരു സീൻ വന്ന് അതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇവരെ ചളി കൊണ്ട് ബ്രേക്ക് ചെയ്തത്. മറ്റേ നമ്മളാ എനിക്ക് പല സ്ഥലത്ത് തോന്നിയ ഒന്ന്, ഈ കാറിൽ ഇവര് പോയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ ഇവൻ മറ്റേ എന്തോ ഉണ്ടായിക്കൊണ്ട് കിച്ചടി എന്തോ ഉണ്ടായിക്കൊണ്ട് അവക്കൊണ്ട് കൊടുക്കും. എന്ത് ചാവലായിരുന്നു, കടിച്ചാവല അതുണ്ടായിക്കൊണ്ട് കൊടുക്കും. അവളത് കഴിച്ചിട്ട്, നമ്മള് ജനറൽ ഉള്ള ഒരു സീനാണ് ഇങ്ങനത്തെ ഒരു പടത്തില്. അത് അവള് കഴിച്ചിട്ട് കുറച്ച് ഇമോഷണലായി, അവിടെ ഒരുപാട് ഡയലോഗ് ഇട്ട് കുളവാക്കിയിട്ടില്ല. അത് ഡീസന്റ് സീൻ എന്ന് പറഞ്ഞ് പിന്നെ അതുകൊണ്ട് വണ്ടിയൊക്കെ ഇടിക്കുക, അത് ഗ്ലാസ് എന്നാക്കി തിന്നാന്ന്. അങ്ങനെ ഇത് ഒരു ഫോഴ്സ്ഡ് കോമഡി കൊണ്ട് നല്ലൊരു സീൻ ബ്രേക്ക് ചെയ്യുന്നത് കുറച്ചധികം സ്പേസിലുണ്ട്. അതാണെന്ന് തോന്നുന്നു പുള്ളിയുടെ എഴുത്തിലെ വെറൈറ്റി. ഇവിടെ ഒരു കോമഡി. അതെ അതെ, പക്ഷെ അത് അങ്ങനെ ഇടാതെ കുറച്ചധികം സീൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് പടത്തിൽ ത്രൂ ഔട്ട് കൃതി സാനൻ പുള്ളിക്കാരത്തി ഷാഹിദിനോട് ഇഷ്ടമാന്ന് പറയുന്ന സീൻ. രണ്ടുപേരുടെ ആക്ടിങ് ആണേലും അത് ബഹളമൊന്നുമല്ലോ, പക്ഷെ ഭയങ്കര നമ്മള് മെജോറിറ്റി ടൈം നമ്മൾ കാണുന്ന സ്ക്രീനിൽ ഇവര് 3 പേരൊരാള്. അതായത് ഒന്നുകിൽ ഇവര് 2 പേര് ഒരു കപ്പിളായിരിക്കും. അത് ഒന്നുകിൽ കൃതിയായിട്ട് അല്ലെങ്കിൽ ഷാഹിദ് അല്ലെങ്കിൽ രശ്മിക ഷാഹിദ്, ഇല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ. കാരണം മെജോറിറ്റി സ്ക്രീൻസേഴ്സ് ഇവർ 3 പേര്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് വലിയ റോളൊന്നും ഇല്ല. അവരെല്ലാം മറ്റേ വൈറ്റ് ഷോട്ടിൽ മാത്രം വന്ന് നിൽക്കുകയാണ്.
അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനെന്ന് പറയാ മനസ്സിലാതെ തന്നെ പടം തീരാറാകുമ്പോഴാണ് ഒരു ക്യാരക്ടർ സംസാരിക്കുമ്പോഴത്തേക്കും പപ്പ എന്ന് പറയുമ്പോഴാണ് ഓ ഇത് പപ്പയാണല്ലേ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് അവർ അത്രേ ഉള്ളൂ. ബാക്കി ഈ 3 പേര് ക്യാരക്ടേഴ്സ് നിന്നുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. ഇതിന്റെ കഥ പറഞ്ഞിട്ടാണ് നമ്മുടെ പഴയ കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവേഴ്സ്. പക്ഷെ നമുക്ക് അത്രയും ഒരു ഓർഗാനിക് ആയിട്ട് വന്നൊരു ഡിസിഷൻ ആയിട്ട് ഫീൽ ചെയ്തത് ഭയങ്കര. നമ്മൾ അതും ഇതോട്ട് കമ്പയർ ചെയ്യല്ല. ഈ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ കൗതുക വാർത്തകൾ ഉണ്ടാകുന്ന മുകേഷിന്റെ അടുത്ത് മറ്റേ സുരേഷ് ഗോപി ആ സംഭവമാണ്. പക്ഷെ അതിനകത്ത് നമുക്കിങ്ങനെ അവര് തമ്മിൽ അങ്ങനെയാണ് ഒരു മത്സരം ഇരിക്കട്ടെ സാധനമില്ല. പക്ഷെ അതിന് ആ ക്യാരക്ടറും കുറച്ച് മോശം പരിപാടിയാണല്ലോ. ഇതിനകത്തും എന്താ പറയുക, നമുക്കിങ്ങനെ തോന്നത്തില്ല രശ്മിക അത് അങ്ങനെ ഒരു ഡിസിഷൻ, അങ്ങനെ ഒരു കൂട്ടുകാരോട് അങ്ങനെ ഒരു ചെയ്യാൻ പറഞ്ഞതിന്റെ റീസണിങ് നമുക്ക് അത്ര ഇതായിട്ട് തോന്നത്തില്ല. അതിന്റെ ആക്ടിംഗ് ആണോ റൈറ്റിംഗ് ആണോ, ക്യാരക്ടറിന്റെ വലിയ ലീഡാണ്. പക്ഷെ നമുക്ക് വലിയ എന്താണെന്ന് വെച്ചാൽ കാണിക്കും, നമ്മൾ കണ്ടോണ്ടിരിക്കാം. നമുക്ക് എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ പോട്ടെ. ഏതായാലും ഞങ്ങൾ ഇതിൽ കയറിയത് ഉറങ്ങട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ 19 ഷോയ്ക്കാം. പക്ഷെ ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ട് എന്ത് പോയി നടക്കുന്നത് അങ്ങനത്തെ ലൈനിലേക്ക് നമ്മൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അത്ര വെറുപ്പിലായില്ല. ഞങ്ങൾ ആക്ച്വലി കാണാനിരുന്ന പടം വെൽക്കം ടു ദി ജംഗിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് പ്രിപ്പയർ ആയിരുന്നു. ഇത് ആ ലെവലൊരു പരിപാടി കാണാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് അതിലും ഡോസ് കുറഞ്ഞൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു നമ്മളെ ബാധിച്ചേ ഇല്ല പരിപാടി. എനിക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആണ് എല്ലാവരും. രശ്മിക കുഴപ്പമില്ല. അല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാൻ മാത്രം റോള് ചെയ്ത് കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കൃതിയൊക്കെ ആണെങ്കിലും കുറച്ച് ബെറ്റർ. അതുകൊണ്ട് ആ സീൻ ഈ ഷാഹിദ് കൃതി ഭാഗ്യം ഇവരുടെ ആക്ടിങ്. ഷാഹിദ് പടത്തില് ഞാൻ കേട്ട ഒരുപാട് റിവ്യൂല് പുള്ളിക്കാരൻ ഒന്നും ചെയ്യില്ല. പുള്ളി ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് കേട്ടത്. പക്ഷെ നമ്മൾ പടത്തിൽ കാണുമ്പോൾ പുള്ളിക്കാരൻ അത് കുറച്ച് കൺഫ്യൂസിങ് റോളാണ്. ആക്ച്വലി പല ഇങ്ങനെ അതായത് ഈ ക്യാരക്ടർ വൈസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നെങ്കിൽ പടത്തെ ഈ ക്യാരക്ടറിനെ മുന്നയാക്കുന്ന ലൈൻ ഓഫ് അങ്ങനെയാണ് ഓക്കെയാണ്. പക്ഷെ അഭിനയം വൈസ് നോക്കുമ്പോൾ അങ്ങനെയല്ല. സംഭവം വെച്ചിട്ട് ഈ ക്യാരക്ടർ സ്വാപ്പ് ചെയ്തേക്കും. അതായത് നേരത്തുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള മെയിൽ ക്യാരക്ടർ. ഇപ്പം കോക്ടെയിൽ 1-ലാണല്ലോ അങ്ങനെ ആ ക്യാരക്ടർ കുറച്ച് എന്താ നൈവായിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിന്റെ അടുത്ത് പോയി ഇഷ്ടം പറയുന്നു എന്നുള്ള ലൈനാണ്. ഇപ്പം ഇതിൽ നേരത്തെ അവനാണ് ഏറ്റവും നല്ല ക്യാരക്ടർ. നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ന് ട്രഡീഷണൽ സെൻസിൽ പാവപ്പെട്ട ലോയലാണ്. അവന് പ്രത്യേകിച്ച് വലിയ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാത്തത്, വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ഡൽഹി വാല ലോണ്ട എന്നൊക്കെ പറയുന്ന പോലെ അവരടുത്ത് മനുഷ്യനല്ലേ വശീകരിക്കപ്പെട്ട് പോകും എന്ന് പറയുന്ന സസ്പെൻസ് ഒക്കെ ഉണ്ട് അതിന്റെ. അതെ, ആ സസ്പെൻസ് അയ്യോ കുറച്ച് മനസ്സിലാവും. അതെ, അതൊക്കെ നമുക്ക് ആ ഇവരുടെ ഡയലോഗിൽ തന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താണ് ഇങ്ങനെ പിന്നീട് ഇത് ലാസ്റ്റ് എന്തിനാ ഈ ഒരു സസ്പെൻസ് ഒക്കെ കിടക്കട്ടെ. ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അതിനകത്ത് സസ്പെൻസ് ത്രില്ലറാവും. എനിക്കത് സസ്പെൻസ് ആയിട്ട് തോന്നിയില്ല. അങ്ങനത്തെ ഇല്ല നമുക്കിത്. പക്ഷെ അവന്റെ ക്യാരക്ടർ റൈറ്റിങ്ങിന് ഒരു എന്താ പറയാ ഒരു കൺസിസ്റ്റൻസി കുറവുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോഴാണ് കറക്റ്റ് ഒരു ക്യാരക്ടറായി വന്നത്. അവന്റെ ആക്ടിങ് കൊണ്ട് ആ ഒരു സീനില്ലേ ഇവര് 3 പേരോടുള്ള വണ്ടി വന്ന് അല്ല അതിലും കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് വരത്തില്ല ഇവനെ മറ്റേ ഇവന്റെ ബാച്ചിലർ പാർട്ടിയിൽ നിന്ന്. അവിടെ നിന്ന് വിളിച്ചോണ്ട് കാർ ഇടയ്ക്ക് നിർത്തിയിട്ടൊരു സീൻ. അവിടെയാണ് ഷാഹിദ് ശരിക്കും ഒരു ട്രൂ ഇതായിട്ട് അവന്റെ ഉള്ളിലുള്ള നമുക്ക് മനസ്സിലാവും അവന്റെ ഉള്ളിൽ ഇന്ന പരിപാടിയാണുള്ളത്. പക്ഷെ ഇങ്ങനെ പറയാനുണ്ട്. ഈ ക്ലൈമാക്സിന്റെ ആ ഒരു കോൺവെർസേഷൻ സീൻ ഉണ്ടല്ലോ ഇവര് 3 പേരുണ്ട്. അതെ അതിന്റെ എഡിറ്റിംഗ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ഡയലോഗ് ഇവിടെ പറയുന്നു, അടുത്ത ഡയലോഗ് ഇവിടെ പറയുന്നു, അടുത്ത ഡയലോഗ് ഇവിടെ പറയുന്നു. അത് കുറച്ച് അധികം നേരം നമുക്ക് കൊണ്ടിരിക്കാം. ഞാനത് എന്ത് ഇത് എപ്പോഴാണ് ഇരുന്നത്. എനിക്ക് മറ്റേ ഓർമ്മ വന്ന ഒരു 2 പടത്തിലെ സീനുണ്ട്. മറ്റേ മണി 6-ാം തമ്പുരാനത്തെ നാട്ടുകാര് പറയുന്നത് എനിക്ക് വട്ടാന്നാ. പക്ഷെ എനിക്ക് വട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പറഞ്ഞില്ലേ. വേറെ പടത്തെ ജഗദീഷിന്റെ അടുത്ത് ചായ നല്ലതാണ് എന്ന് വെച്ചാൽ അധികം കുടിച്ച പ്രശ്നമാണ്. അതിങ്ങനെ ഒരു 4-5 സാധനം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇവളോട് ഈ 2 പേരും മാറി മാറി സംസാരിക്കും. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. അതെ കുറച്ച് അധികം ലെങ്ത്. ഞാൻ നോക്കുമ്പോൾ ഇത് കട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയലോഗ് പറയുന്നത് തിരിച്ചിങ്ങനെ അങ്ങോട്ടും പുള്ളിക്ക് ഒരു 4-5 സാധനങ്ങൾ കിട്ടി. ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റും നല്ല കുറെ ഡയലോഗ് കിട്ടി. എല്ലാം പറഞ്ഞോ കുഴപ്പമില്ല. 2 പേരുടെ ഗുണങ്ങളെ ദോഷങ്ങളെ പറ്റി സംസാരിക്കണമല്ലോ നായകൻ. അടുത്ത ഞാൻ ആലോചിക്കും നായകൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെപ്പോഴത്തേക്കാണ് കുറെ പേർക്ക് കാണുമല്ലേ ഇപ്പൊ ഈ പടം കണ്ടിറങ്ങി കൃതി തന്നെ കെട്ടിയാൽ മതിയായിരുന്നു. ആ സംഭവത്തിന് വേണ്ടി ഈ 2 നായകനൊക്കെ ഇടുന്നത്. അതായത് കുറെ പേർക്ക് ഈ ക്യാരക്ടർ ഇഷ്ടമാണെങ്കിൽ ഒരു ചർച്ച ഉണ്ടാവല്ലോ. പക്ഷെ എന്നാലും മറ്റേ കെട്ടിയാൽ മതിയായിരുന്നു. ആ സാധനത്തിന് ആര് ചർച്ച ചെയ്യാം ഇതുപോലെ പണ്ട് തൊട്ടേ മറ്റേ കുച്ച് കുച്ച് ഹോത്തല്ലേ റാണി മുഖർജിയും കാജലും പണ്ട് തൊട്ടേ ഉള്ളൊരു ഫോർമാറ്റാണ്, ഹിന്ദി സിനിമ ഫോർമാറ്റാണ്. ഇപ്പം 2 ക്യാരക്ടർ രണ്ടും കുറച്ച് എക്സ്ട്രീം ആയിട്ട് നിർത്തും. എന്നിട്ടൊരു ഇതുണ്ടാകാൻ വേണ്ടി 2 പേർക്കും ആരാധകരുണ്ടാവണം. 2 ആരാധകരുണ്ടാവണം. എന്നിട്ടൊരു ചർച്ച ഉണ്ടാവണം. വർഷങ്ങളോടെ ഇത് നിൽക്കണം. ഷൂട്ട് ഇപ്പൊ ഇത് മറ്റേ
ടൈറ്റാനിക്കിന്റെ അറിയത്തില്ല, അതിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നോ ഇതിനകത്ത് രണ്ടുപേർക്കും കയറാൻ എന്ന് പറയുന്ന പോലെ ഷാറൂഖ് റാണി മുഖർജിയെ കെട്ടണമായിരുന്നോ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഇപ്പോഴും എഴുതാൻ വേണം. വായിക്കാൻ ആളുണ്ടാവും, പക്ഷെ ഇതിലെഴുതിയ ആളുണ്ടാവില്ല. അതേ ഫോർമാറ്റിന്റെ ഒരു മോഡേൺ വേർഷനാണ്. കുറച്ചധികം ഈ ജെൻഡർ സ്വാപ്പ് എന്നൊക്കെ പറയുന്നതല്ലേ, ആണുങ്ങൾ ട്രഡീഷണലി സിനിമകളിൽ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ വൈബിലുള്ള പരിപാടികളൊക്കെ ഇതിനകത്ത് കൃതിസാനിന് കൊടുത്തേക്കുവാണ്. കുറച്ച് മോഡേൺ, അതായത് പ്രസന്റിനെ സ്നേഹിക്കുന്നു, അങ്ങനത്തെ കുറച്ച് നമ്മളിങ്ങനെ എഴുതുമ്പോൾ രസം പറക്കുന്നു പരാഗണം, അതെ ആ വൈബാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ക്യാരക്ടർ ഷാഹിദിൽ മുട്ടി നിൽക്കുകയാണ്. എവിടെയെങ്കിലും തളയ്ക്കപ്പെടണ്ടേ, തളയ്ക്കപ്പെട്ടു എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മളിങ്ങനെ അങ്ങനത്തെ കുറച്ച് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചിരിയും വരും. അതാ പറഞ്ഞത്, ഈ സിനിമ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ മറ്റേ സിനിമ എന്താ ഇങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കിട്ടി എന്നാൽ അത്ര സ്ട്രോങ് ആയിട്ട് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് ആക്ച്വലി ലൈറ്റ് നമുക്കറിയാം. ഇതൊരു ഫൺ പടമാണ്. ഫൺ പടം ഇൻ ദ സെൻസ് ഇതിനെ ഫണ്ണാക്കാം നമുക്ക്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ട ഒരുപാട് സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. ഞാൻ ഷാഹിദ് എത്ര തവണ ഏമ്പക്കം വിടുമെന്നൊക്കെ ഇഷ്ടം പോലെ ഏമ്പക്കം. ഷാഹിദിന് ഗ്യാസ് ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ പടത്തിൽ ഇപ്പം കൃതി സാധനമുണ്ട്, ഒരു സോങ്ങിൽ കൃതി സാധനമുണ്ട്, ബിക്കിനി സീനുണ്ട്. അപ്പോൾ സ്വാഭാവികം ഈ സീനിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചിരിച്ച സീനിലെ ക്യാമറ വർക്കാണ്. അത് ഭയങ്കര എന്താ പറയുക, നമ്മളീ പറഞ്ഞ പോലെ മറ്റേ ഒബ്ജക്റ്റിഫൈയിങ് ആണ് പുള്ളിക്കാരുടെ ക്യാരക്ടറിന് ആദ്യം പോലെ. പക്ഷെ എന്നാലും അതിൽ നമുക്ക് ക്യാമറ ഒരുമാതിരി ക്യാമറ ആംഗിൾസ് ഭയങ്കര, അതെന്താടാ ഇങ്ങനെ ഒരു ആംഗിൾ വെച്ചിരിക്കുന്നത്. അത് ഷാഹിദിന്റെ പോയിന്റ് ഓഫ് വ്യൂ പോലെ, പക്ഷെ എന്നാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഷാഹിദേ നീ എവിടെയാ നോക്കുന്നത്, കറക്റ്റായിട്ട് നോക്കുന്നത് പറഞ്ഞല്ലേ. അങ്ങനെ നോക്കാതെ പാടില്ല, നീ കല്യാണം കഴിക്കാൻ പോവാണ് അല്ലേ. അതെ അതെ, അത് ആ ക്യാരക്ടർ റെഡ്യൂസ് ചെയ്തുകൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അത് നമ്മൾ ഇത് അതിന്റെ ഒരു ഫിൽമിങ്ങിന്റെ പ്രശ്നമാണ്. പിന്നെ ത്രൂ ഔട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡയറക്ടറുടെ റോള് ഇതിനകത്തുള്ള പോലെ ഫീൽ ചെയ്തില്ല. നമുക്കിങ്ങനെ ഒരു ഈ പടം കളർ ഈ റെഗുലർ ഹിന്ദി സിനിമ ഫോർമാറ്റില്ലേ അതുപോലെ തന്നെ ഇതിപ്പോൾ വേറെ ആര് ഡയറക്ട് ചെയ്താലും ഇതേ ഒരു ഫോർമാറ്റ് കിട്ടും. അതെ, ഒരു ഡയറക്ടർ വന്നിട്ട് പുള്ളിയുടെ വിഷൻ ഒന്നും ഇല്ല നമുക്ക് കാണാൻ. പേപ്പർ കിട്ടി, ഒരു എഴുതി കിട്ടിയത് അത് ഷൂട്ട് ചെയ്ത് മാറ്റുന്നുള്ള ലൈൻ പരിപാടിയാണ്. ഈ പ്രൊഡക്ഷന്റെ സഹായം ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചധികം ഡയറക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടിയാണ്. അതിൽ നിന്ന് വേറിട്ട് ഇപ്പം വർക്കായത് ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ ഈ പറയുന്ന ഒരു എനിക്ക് തോന്നുന്നൊരു 5-6 സീൻ കാണും. ഈ രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കാര്യങ്ങൾ പറയുന്ന സീൻസ്, അതിനകത്ത് ആക്ടേഴ്സിന്റെ പെർഫോമൻസും അത് വളരെ റെഗുലർ ക്യാപ്ചറിങ്ങും അതിൽ നിന്ന് അവരുടെ ഒരു പെർഫോമൻസ് ഈ പേപ്പർ തിൻ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു നല്ല പെർഫോമൻസ് കിട്ടി. പെർഫോം ചെയ്യാൻ ആകെ എന്താ സമയം നിണ്ടിയ പാട്ടാണ്. ബാക്കിയെല്ലാം മൊണ്ടാഷ്. അതായത് സോങ്ങിൽ നടക്കുന്നത് മൊണ്ടാഷാണ്. പിന്നെ ഡാൻസ് കളിക്കാനുള്ള 2-3 പാട്ടും വരുന്നുണ്ട് ഇടയ്ക്ക്. അവിടെ ഈ പറഞ്ഞ വിത്ത് മൊണ്ടാഷാണ് പോകുന്നത്. ഷാഹിദിന്റെ 2 സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ ആ പാട്ട് എനിക്ക് ആ പാട്ടും വീഡിയോയും കൂടെ ആ കല്യാണത്തിന് സെക്കൻഡ് ഹാഫ് ഓപ്പൺ ചെയ്ത സീനുണ്ട്, അതിൽ വന്നപ്പോ പാട്ടും വീഡിയോയിലെ എനർജി പാട്ടും എന്തോ ഒരു ത്രൂ ഔട്ട് പാട്ടിന് എനിക്ക് തോന്നി. ഫസ്റ്റ് പാട്ട് തൊട്ട് ഇനീഷ്യലി ഇതിന്റെ ഫസ്റ്റ് പാട്ട് ഇറങ്ങിയില്ല, അപ്പൊ തൊട്ട് ഒരു കാസ്റ്റും മൊത്തത്തിൽ ഒരു കുറച്ച് ഈ ഷാഹിദ് രശ്മിക കോമ്പിനേഷൻ എനിക്ക് അപ്പൊ വർക്കായില്ല. സിനിമയിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഷാഹിദ് രശ്മി എന്നാ ഒരു കോംബോ ആയിരുന്നു, അങ്ങനെയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഷാഹിദും കൃതിസാനും നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, അവർ തമ്മിൽ കുറച്ചുകൂടെ കെമിസ്ട്രി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ലാസ്റ്റ് രശ്മി ഒരു കാര്യം ചെയ്യും, ഏതായാലും മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതും ഒരു ഫ്രഷ്നെസ് എന്ന് വേണം പറയാം. ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ പ്രത്യേകിച്ച് ഡ്രാമയൊന്നുമില്ല. അവരെല്ലാവരും മനസ്സിലാക്കിയിട്ട് അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. അപ്പൊ നമുക്കും സർപ്രൈസ് ആയിട്ട് കല്യാണമൊക്കെ നടത്തിയേക്കാം. ഓഡിയൻസ് നമ്മള് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പടം എടുത്ത് ഞങ്ങളെ കാണിക്കുന്നില്ലാണ്, പ്രശ്നമുണ്ട് ഞങ്ങളെ കാണിക്കും. അതെ, നിങ്ങൾ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം. ആ കോൺഫ്ലിക്റ്റിൽ നമുക്ക് കഥ ഉണ്ടാവണം. അതെ അതെ, അത് എന്തത്തില്ല, ഇത് ഇവരിങ്ങനെ പറഞ്ഞു തീർക്കാം. മറ്റേ നമ്മൾ പറയത്തില്ലേ, എടാ ഇത് നിൽക്കുന്ന ഉള്ളറിയാൻ തീരാത്ത പ്രശ്നമുള്ളൂ. അതെ, ഉള്ളറിഞ്ഞു പ്രശ്നം തീർത്തു. ആ ഒരു ലൈനാണ്. അപ്പം ആ സീനും രസമുണ്ടായിരുന്നു. മറ്റേ രശ്മികയും ഷാഹിദും ലാസ്റ്റ് ആ സമയത്തൊക്കെ എനിക്ക് എന്തുകൊണ്ടാണ് ആർക്കും ഷാഹിദിനെ ഇഷ്ടപ്പെടാൻ ഞാൻ തോന്നി. കാരണം ആ സീനിലൊക്കെ കുറച്ചൊരു ചേട്ടാ എനിക്ക് മനസ്സിലായതുള്ളൂ, ഈ ഷാഹിദിന്റെ ക്യാരക്ടറിന്റെ അവസാനം വരെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നൊരു സംഭവം ഈ ലൈൻ വെച്ചിട്ടാണ് ആൾക്കാർ ഈ മൊണ്ണ ക്യാരക്ടർ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അല്ലാതെ പുള്ളിയുടെ പെർഫോമൻസിനെ പറ്റി അങ്ങനെ ആരും എടുത്തു പറയാം. കാരണം ഈ സിനിമയിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് എന്നുള്ള സംഭവത്തെ പറ്റി ആൾക്കാർ അധികം ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു കൃതിസാൻ ഇവനെ നോക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ പുള്ളിയുടെ നല്ല രസം ഉണ്ടായിരുന്നു. അതൊക്കെ അതായത് പുള്ളിക്ക് ഇത് എനിക്കിപ്പോ പുള്ളിക്കാരിയുടെ മുഖത്ത് നോക്കത്തില്ല, ഇങ്ങനെ നോക്കാതെ കുറെ നേരം ഇങ്ങനെ അടുത്ത്. പക്ഷെ പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ പുള്ളി നോക്കുന്നില്ല. അങ്ങനത്തെ പുള്ളിയുടെ ഉള്ളിൽ ഇത് കിടന്ന് ചേട്ടാ ഞാൻ ആ ഒരു ഡ്യൂട്ടി ബൗണ്ട് ലോയൽ ഒരാളല്ലേ, എനിക്ക് ഇങ്ങോട്ട് എന്തോ തോന്നുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ലല്ലോ.
പിന്നെ മറ്റേ ഇന്റർവൽ ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഇവര് സിസിലിയിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇവർ തിരിച്ചു പോവുക. അപ്പം അപ്പോഴാണ് കേറ ഇങ്ങനെ അകന്നു പോകുമ്പോൾ ഇങ്ങനെ മറ്റേ പുള്ളിക്കാരത്തിനൊരു ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട് മേളിൽ ഇന്റർവെല്ലിന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ എന്തോ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ലൈൻ. അപ്പൊ ആ ഷോട്ടിൽ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തൊക്കെ അതൊക്കെ ഒരു രസമുള്ള പോയിന്റ് ആയിട്ട് തോന്നി. അതും ഹെഡ്റൂം കുറച്ചിട്ട് പുള്ളിക്കാരത്തി ചിന്ത എന്തോ അവിടെയാണ് ഇന്റർവെൽ എന്നുള്ള സംഭവം. എന്നിട്ട് പിന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യല്ല. പുള്ളിക്കാരത്തെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് എന്ത് നടത്തിയായാലും ഇവനെ. പക്ഷെ ഞാൻ വിചാരിച്ചു അത് കുറെ കൂടെ രസകരമായിരിക്കും ആ സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരത്തിയുടെ ആ ഒരു സംഭവം. പക്ഷെ അത് അത്ര രസകരമായില്ല. അത് എനിക്ക് പെട്ടെന്ന് ആ പാട്ടിലെ പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടപ്പോൾ നമ്മൾ മറ്റേ ഇതില് അതിന്റെ റിവേഴ്സ് വേർഷൻ പോലെ, അതായത് അവിടെ നേരെ സെയിം സ്റ്റെപ്പ് ഒക്കെ മറ്റേ മേശ കിടന്ന് ഇറങ്ങുന്നൊക്കെ കറക്റ്റ്. അത് ഇന്റർവെൽ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ നേരെ ഈ സോങ്ങിലേക്കാണ്. അതെ, കല്യാണം. അതാണ് ഇവർ ഈ പടത്തിനെ മൗണ്ട് ചെയ്യുന്ന സോങ്സ് വെച്ചിട്ട്. എത്ര സോങ്സ് ഉണ്ട് ആ സോങ്സിൽ ഇങ്ങനെ പോവാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള സീനുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെ. ആ സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന പോലെ ഇവർ തമ്മിലുള്ള മറ്റേ കൃതിയും രശ്മിയും തമ്മിലുള്ള ഒരു അല്ലല്ല കൃഷി തിരിച്ചു വരുന്ന അവന് തട്ടിയെടുക്കാനല്ലേ ആ ഡയലോഗ് ഇല്ലേ, അതായത് ലാസ്റ്റ് അല്ലേ ഒരു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് പറയുന്നത് ഈ ഒരു ദിവസം വെച്ച് ആ സാധനം. അത് ആ സെക്കൻഡ് ഹാഫിന്റെ തുടക്കം എങ്ങാനും മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള ഹാഫിൽ അവർ തമ്മിലുള്ള അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ പടം കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്. ഇത് എല്ലാവരും നന്മയുള്ള ക്യാരക്ടറുമാണ്. നിനക്ക് വേണേ നീ എടുത്തോ മറ്റേ പൂജാബിംബം, സൂര്യനും വേണം ചന്ദ്രനും വേണം, ആ ലൈനാണ്. എല്ലാവരും വളരെ വിശാല മനസ്കരൊക്കെയാണ്. അപ്പം അതായിരിക്കും ചില പറയുന്നത്. ഇപ്പം മോഡേൺ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി വിശാല മനസ്സോടുകൂടി കാണുക. അവന് നിന്നെ ഇഷ്ടമാണ്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. അതെ, നമ്മള് കുറുകെ വരുന്നില്ല. അത് ആക്ച്വലി നേരിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ സംഭവിച്ചിരുന്നത് നല്ലതാണ്. പക്ഷെ സിനിമയിൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫ്ലിക്റ്റ് വേണം. അതെ അതെ, ജീവിതത്തിൽ ഇത് നിങ്ങൾ പാലിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റിലേക്ക് കിടക്കണം സിനിമയിൽ. നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ രസമുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അപ്പം എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചായിരുന്നു. കാരണം ഈ ഇങ്ങനെയുള്ള സിനിമകളൊരു ഫസ്റ്റ് കിസ് മൊമെൻ്റ് ഉണ്ടാവില്ല, രണ്ടുപേരും റിയലൈസ് ചെയ്തിട്ട് അവർ പോലും അറിയാതെ ഉള്ളൊരു മൊമെൻറ്റ്. അതിന് എന്തുകൊണ്ടാണ് ഫസ്റ്റ് കിസ് നടന്നില്ല എന്തോ. പക്ഷെ പിന്നീട് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ പരിപാടി മനസ്സിലായി എന്താ എങ്ങോട്ട് ഇവർ പോകുന്നതെന്ന്. പക്ഷെ ആ മൊമെൻ്റ് ഉള്ളായിരുന്നു ഇവരുടെ ആക്ടിങ് വൈസ് ആയാലും ആ ഡയലോഗ്. ആ സമയത്ത് ചില ഏരിയാസിൽ നല്ല ഡയലോഗ്സ് വരും. ആ മൊമെൻറ്റിലൊക്കെയുള്ള ഡയലോഗ്സ് നല്ല രസമാണ്. നിൻ്റെ മനസ്സിലൊരാളില്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ. പക്ഷെ പിന്നെ വേറെ കുറച്ച് സ്ഥലത്തും പിന്നെ പാട്ടിലൊക്കെ ഒരുമാതിരി എന്തോ പാലല്ലേ നീ അങ്ങനെ കുറേ ചാത്തൻ ലൈനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അളിയുണ്ടായിരുന്നു അതിനകത്ത്, മിക്സ്ഡ് ആയിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും എഴുതിയിട്ടുണ്ട്, അതായിരിക്കും രണ്ടുപേരുടെ കോൺട്രിബ്യൂഷനും. ലൗരഞ്ജന്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നതിൽ ഒരാളോടുണ്ട്. ആ, എനിക്കൊന്ന് മറ്റേ ആൾ എഴുതിയായിരിക്കും നല്ല ഡയലോഗ്. ബേസ് ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് എഴുതി തരാം, മേളിൽ സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അതെ. പിന്നെ ഈ ഇവരെ രണ്ടുപേരും കമ്പയർ ചെയ്യുന്ന കുറേ സാധനമുണ്ട്. രണ്ടുപേരും തമ്മിൽ മറ്റേ വെള്ളമടിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ വെള്ളമാണ്, മറ്റേ ആൾ എന്താ പറയുക ഹാങ് ഓവർ ഡ്രിങ്ക് ആണ് എന്നുള്ള ലൈനിലൊരു കോൺവെർസേഷനൊക്കെ ഇല്ലേ രണ്ട് തമ്മിൽ. ഈ ഷാഹിദ് വെള്ളമടിച്ച് വന്ന് പോതില്ല ആ സാധനം പറഞ്ഞത് അതിൻ്റെ ഒരു ഏർലിയർ വേർഷൻ. അത് ലാസ്റ്റ് കൊണ്ടുവച്ചേക്കാം. അതിലൊരു സിംഗിൾ ടേക്ക് പരിപാടി ഉണ്ട്. അല്ല, തുടക്കമുണ്ട്. അതായത് തുടക്കം ഇവൻ ചീറ്റ് എന്ന് പറഞ്ഞൊരു ആ പാർട്ടിയിൽ ഇരുന്ന് പറയത്തില്ല, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസത്തെ സീൻ എന്ന് പറയുന്ന ഒരു വലിയ സിംഗിൾ ടേക്ക്. അത് തന്നെ ഇവ വന്ന് മറ്റേ ഇത് കുടിക്കും ഈ സ്റ്റുഡിയോയിലായപ്പോ അവർക്കത് പ്ലാൻ ചെയ്ത് അത് തന്നെ ഇവിടെ രണ്ടാമത് വീണ്ടും ഇവര് അതെ അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം മൊത്തം ഭയങ്കര കളർഫുൾ ആയതുകൊണ്ട് ഇതിന്റെ സ്റ്റേജിങ്ങിലല്ല അതിന്റെ ഇത്. പക്ഷെ കുറച്ച് നേരം ഉണ്ടല്ലോ ഈ ടേക്ക്. അതുപോലെ ഇതിനു മുമ്പ് കണ്ട് പാട്രിയോട്ടിലല്ലേ ഇവർ തമ്മിൽ അടിവെക്കുന്ന ഒരു സീനിൽ അതെന്തോ സിംഗിൾ ടേക്ക് എന്തോ അല്ലേ നമ്മുടെ ദർശനയും കുഞ്ചാക്കോനും തമ്മിൽ. അത് കുറെ കൂടെ സീരിയസ് നോട്ട്. ഇതിന്റെ രസം ഉണ്ടായിരുന്നു സിംഗിൾ ടേക്ക് കാണാൻ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ട എല്ലാവരും ശ്രദ്ധിക്കും. ഇതിനകത്തൊക്കെ ഒരു ഫിലിം മേക്കിംഗ് ഒന്നും ഇല്ലെന്നേ ആ ലൈനിൽ. മറ്റേ എന്തായാലും പറയുന്നത് കുപ്പയിലെ പാടിക്കും എന്ന് പറയുന്നത് 5-ൽ 4 കൊടുക്കുന്നല്ലോ കുപ്പയിലെ പാടിക്കും. അത് പറയുന്ന പോലെ സിനിമ ബേസിക്കലി പോരായെങ്കിലും അതിനകത്തും അവര് കുറച്ച് പണിയെടുക്കുന്നുണ്ട് അല്ലേ. അത് നമുക്ക് അവിടെ വേണമെങ്കിലും കാണാം. കൂടുതൽ എനിക്ക് കൊള്ളാൻ തോന്നിയ സോങ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് രശ്മിക ഇങ്ങനെ അവനെ വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിക്കുന്നൊരു സോങ് ഉണ്ട് ഇവരുടെ കല്യാണത്തിൻ്റെ അന്ന്. ഭയങ്കര സ്ലോ ഒരു മെലഡി. തുച്ച്കോ അതിൻ്റെ ലിറിക്സ് നല്ലതാണ്. പക്ഷെ പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ മരിക്കും എനിക്ക് വേണ്ടി ആ ലൈൻ സാധനങ്ങളൊക്കെ പടത്തിൽ അത്രയും ഒന്നും നമ്മൾ കാണുന്നില്ല. എന്നാലും നീയാണ് എൻ്റെ ആ ലൈൻ എന്തോ ഭയങ്കര ഹെവി. അത് പിന്നീട് അതായത് പിൽക്കാലത്ത് ഇത് ഹിറ്റാനുള്ള പാട്ടാണ്.
ആളുകൾ ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്ന പാട്ടുണ്ടല്ലോ. അപ്പൊ ആ ലൈൻ കുറച്ച് ലിറിക്സും പരിപാടികളൊക്കെ ഉള്ള പാട്ട് കേട്ടാൽ നിങ്ങളുള്ള സമാധാനം കൂടെ ഇല്ല. അതുകൊണ്ട് ഈ ചെന്നാമേരയൊക്കെ ഇപ്പൊ ആളുകൾ പിരിഞ്ഞിട്ട് വന്നിട്ട് കേൾക്കുന്ന പോലത്തെ അല്ലേ. അതും ഞാൻ വിചാരിച്ചു പടം ആ ലൈനിലേക്ക് പോകുന്നു. ഇവിടെ ഒന്ന് ചെന്നാമേരയെ പാടിയിട്ട് പോകുന്ന പടം കണ്ടുകൊണ്ടിരുന്ന കൂട്ടത്തിലേ പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ചെന്നാമേരയെ ഒരു സീക്വൻസ് വരും. അത് കഴിഞ്ഞിട്ട് ഇതാ എടുത്തോ നിന്റെ ഗംഗയെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരെ ഈ ഗംഗയാണെന്ന് എനിക്ക് അതേപോലെ ഷാഹിദിനെ കൊടുത്തിട്ട് പോകും എന്നാണ് നമ്മൾ വിചാരിച്ചത്. ആ പാട്ട് ഭയങ്കര രസമുണ്ട്. ആ രശ്മിയെ തിരിച്ചറിയുന്ന ആ പാട്ട് അത് ഞാൻ കേട്ടപ്പം പടം അവിടെയൊക്കെ ഡ്രാമ വന്നപ്പോൾ കുറച്ച് പടം ഒരു ഉഷാറായി. കൊള്ളാം. അതായത് രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നൊരു നായകനാണ് ഷാഹിദ് കപൂർ. അതെ നമ്മൾ തന്നെ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇഷ്ടമാണെന്ന് ഒരുത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ തുള്ളിച്ചാടുമെന്ന് വിചാരിച്ചു. നീ ഞാനത് അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. കുറെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല ഡയലോഗുകളും ഒക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്, ഈ മിക്സ്ഡ് ബാഗാണ്. നമ്മളൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വെറുതെ ഫുഡ് കഴിക്കുമ്പോൾ ചോറും മീൻകറി കഴിക്കുമ്പോൾ നമുക്ക് കാണാം. കാര്യം നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കും, ചോറും മീൻകറിയിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ പ്ലേ ആയി പോകുന്ന പോലത്തെ ഒരു പടം. അല്ല, എനിക്കൊന്ന് വലിയൊരു ശതമാനം ഓഡിയൻസിന് ഈ മോഡൽ ഹിന്ദി സിനിമ കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ വേഴ്സ് വേർഷൻസ് ഇറങ്ങുന്നുണ്ട് കുറച്ചധികം. പക്ഷേ ഈ കംഫർട്ട് മൂവി എന്ന് പറയുന്നത് ചുമ്മാ കയറിയിരുന്ന് ആ 3 ക്യാരക്ടേഴ്സ് ഒരു ആദ്യത്തെ ഒരു 10-20 മിനിറ്റിൽ അവരുമായിട്ട് ഒരു ഇതാവുന്നു, ഇവരാരെ പ്രേമിക്കും എന്നുള്ള കൺഫ്യൂഷൻ, അത്രേ. ഈ കൊലപാതകം അങ്ങനെ ഹെവി പരിപാടികൾക്ക് അതിൽ നിന്നൊക്കെ വിട്ട് അതായത് നമുക്ക് ഭയങ്കര വലിയ സംഭവമാണ്, വലിയ പടമാണ് നമ്മൾ കണ്ടത്. ഫ്ലഫുള്ള പടങ്ങളും ഇറങ്ങുന്നതല്ല, ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെ ഇതിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ ഇത് ഓർത്തിരിക്കുന്നില്ല, നമ്മൾ കണ്ട് വിട്ടു പോകുന്നു, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിനിമയാണ് കോക്ടെയിൽ 2. സോ അപ്പോൾ കോക്ടെയിൽ 2 കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ അല്ലേ. ആക്ച്വലി ഒരുപാട് പേരുടെ മറ്റേ കമൻറ്റ്സ് ഈ റിവ്യൂസിന് താഴെയുള്ള കമൻറ്റൊക്കെ നമ്മൾ വായിച്ച ഒരുപാട്. ഞാൻ റിവ്യൂസൊക്കെ നോക്കിയായിരുന്നു ഒരുപാട്. റിവ്യൂസിന് എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ മറ്റേ ഈ സോക്കോളിന് മറ്റേ എന്തായാലും പറയുന്നത് റോസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉള്ള പടം എന്നുള്ള ലൈൻ സംഭവത്തിലാണ് കൂടുതലും പോകുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ഈ മാനുഫാക്ചേർഡ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പോൾ രശ്മി അങ്ങനെ തീരുമാനിക്കും, ആ സാധനമൊക്കെ ഇല്ല. ഇതിൻ്റെ മൊറാലിറ്റി ഓരോ കഥാപാത്രങ്ങളുടെ ആ സാധനമൊക്കെ ആയിരിക്കും എല്ലാവരും എടുത്ത് ചോദ്യം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത് എഴുതിയവർക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്, അവരത്രയും വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കുന്നുമില്ല. അവർ വളരെ സിമ്പിളായിട്ട് കുറച്ച്. പിന്നൊരു സംഭവം തന്നെ പണ്ട് തൊട്ട് ഈ ബോളിവുഡിന് ഈ ചീറ്റിങ്ങിനോടുള്ളൊരു റൊമാൻറ്റിസൈസേഷൻ ഉണ്ട്. അത് കുറച്ചധികം ഈ പടത്തിലും വരുന്നുണ്ട്. ചീറ്റിംഗ് ഇസ് നോർമൽ. അതെ, ആ ചീറ്റിങ്ങിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സംഭവം. അതിപ്പം അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്താൽ അത് വേറെയാണ്. അത്രയും സീരിയസ് ആയിട്ട് ചർച്ച ഈ സിനിമ വാറണ്ടി ചെയ്യുന്നില്ല. അത്ര സീരിയസ് ആയിട്ടുള്ള ചർച്ചക്കൊന്നും അർഹിക്കുന്നില്ല. വർഷങ്ങളായിട്ടുള്ള ആ റൊമാൻറ്റിസൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു ഈ പടത്തിലൂടെ. ഞാനും വിചാരിച്ചു ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഉറങ്ങിപ്പോയിരിക്കും പടത്തിൽ, പക്ഷെ അങ്ങനെ ഉറങ്ങിയില്ല. ഇല്ല, കണ്ടിരിക്കാം. അതെ, കണ്ടിരിക്കാം. കയറി അഭിനയിക്കാൻ പറ്റൂല, ചിരിക്കില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഗംഭീര കോമഡി പറഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ്. ഗംഭീര കോമഡി വഴുതിപ്പോയി. അതെ. അപ്പോൾ കോക്ടെയിൽ 2 കണ്ട നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ. നമ്മൾ മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷനായിട്ട് വീണ്ടും 314 ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാലുണ്ടല്ലോ എളുപ്പമായി. അവർക്ക് ഇങ്ങനെ ഓടിച്ച അവസ്ഥ. അല്ല, ഞാൻ പറയാൻ മറന്നു. അതല്ല, അത് സംഭവം എന്ന് വെച്ചാൽ ഈ നമ്പർ കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇവന്മാരേറ്റവും അവസാനം അങ്ങനെയാണ് 1 മണിക്കൂറോടെ ചർച്ച വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊരു നമ്പർ പറയാം, 2 നമ്പർ പറയും, രണ്ടും കൂടെ ചേർത്ത് കൂട്ടി പറയണം. അതാണ് പുതിയ ടെക്നിക്ക്. അത് അടുത്ത വീഡിയോ പറയാം. അതെ, 2 നമ്പർ കൂട്ടി പറയണം.